ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. അഷ്ടഭാഗ്യങ്ങളുടെ മല. രക്ഷാകര ദൗത്യവുമായി പരസ്യജീവിതത്തിനിറങ്ങിയ ഈശോയുടെ നയപ്രഖ്യാപനം, ക്രിസ്തുമാർഗത്തിൻ്റെ മാഗ്ന കാർട്ട. അങ്ങനെയാണ് ഗിരിപ്രഭാഷണത്തെ അവതരിപ്പിക്കുക. സീനായ് മലയിലെ മോശ 10 കൽപ്പനകൾ നൽകിയതുപോലെ പുതിയ നിയമത്തിൻ്റെ നിയമദാതാവായ ഈശോ തൻ്റെ നയം വ്യക്തമാക്കുന്നു, മാർഗരേഖ നൽകുന്നു. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണമാണ്. എന്നാൽ ഈ പ്രസംഗം കേൾക്കുന്ന ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എഴുതുന്ന ലൂക്ക സമതല പ്രഭാഷണമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നു. ഇസ്രായേലിലെ തന്നെ ഏറ്റവും വശ്യസുന്ദരമായിട്ടുള്ളൊരു ഭൂപ്രദേശത്താണ് നമ്മളിരിക്കുക. ഗലീലി കടലിൻ്റെ വടക്ക് പടിഞ്ഞാറ്, കടലിൽ നിന്ന് ഏകദേശം 200 മീറ്റർ ഉയരത്തിൽ, എന്നാൽ അപ്പോഴും സമുദ്രനിരപ്പിൽ നിന്ന് 25 മീറ്റർ താഴെ എന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ കുന്നിൻ മുകൾ കൊടുമുടി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 381 സ്പാനിഷ് തീർത്ഥാടകയായിട്ടുള്ള എജേരിയ ഇവിടെ ദേവാലയം കണ്ടതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഒരു ദേവാലയം ഉണ്ടായിരുന്നു ഈ കുന്നിൻ ചെരുവിൽ. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ, ആശ്രമത്തിൻ്റെയും ജലസ്രോതസ്സിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റും. 1936-38 കാലഘട്ടത്തിലാണ് ഇറ്റാലിയൻ ആർക്കിടെക്റ്റായിട്ടുള്ള അന്തോണിയോ ബെർലുസി ഇറ്റാലിയൻ മിഷണറി അസോസിയേഷൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ കാണുന്ന അഷ്ടഭുജ ദേവാലയം പണിയുന്നത്. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സാണ് അവിടെ ഇപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത്. അവരെ ഈജിപ്ഷ്യൻ സിസ്റ്റേഴ്സ് എന്നുകൂടി വിളിക്കും. ഈ അഷ്ടഭുജ ദേവാലയത്തിൻ്റെ താഴെ 8 വശങ്ങൾ, അവയിൽ എഴുതിയിരിക്കുന്നത് മൗലിക സുകൃതങ്ങൾ, ഒപ്പം ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, പ്രത്യാശ, ഉപവി. മുകളിലേക്ക് കടക്കുമ്പോൾ ജനലയിലെ അഷ്ടസൗഭാഗ്യങ്ങൾ, ഏറ്റവും മുകളിലുള്ള മിനാരം സ്വർണ്ണ മൊസൈക്കിൽ എന്ന് പറഞ്ഞാൽ ഈ മൗലിക ദൈവിക സുഹൃതങ്ങൾ അഭ്യസിച്ചുകൊണ്ട് അഷ്ടഭാഗ്യങ്ങളിലൂടെ പറുദീസായിലേക്ക് എത്തിച്ചേരുന്ന വിശ്വാസിയെയാണ് ഈ അന്തോണിയോ ബെർലുസി അവിടെ ചിത്രീകരിക്കുക. ജോൺ പോൾ 2 മാർപ്പാപ്പ ജൂബിലി വർഷത്തിൽ 2000 മാർച്ച് 24 ഈ മലയുടെ മുകളിലാണ് യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടി വിശുദ്ധ ബലി അർപ്പിച്ചത്. അന്ന് മാർപ്പാപ്പ അവരോട് പറഞ്ഞു, മോശയുടെ 10 കൽപ്പനകളും കർത്താവിൻ്റെ അഷ്ടഭാഗ്യങ്ങളും ഒരുമിച്ച് ചേർന്നാൽ ക്രിസ്തു മാർഗമായി. പഴയതിൻ്റെ പൂർത്തീകരണമായിട്ട് കടന്നു വന്ന ക്രിസ്തുവിനെ 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ മറ്റു പല സ്വരങ്ങളും കേൾക്കുമ്പോൾ ഇവിടെ ഈ മലയിൽ ക്രിസ്തു തൻ്റെ ആദ്യ ശിഷ്യന്മാരോട് സംസാരിച്ച ആ സ്വരം ശ്രവിക്കുക. പുതിയ ക്രിസ്തുവിൻ്റെ ജീവിതചര്യ മാനദണ്ഡങ്ങൾ ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ മനുഷ്യരായിട്ട് ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ അഷ്ടഭാഗ്യങ്ങളുടെ മല നമ്മളോട് പറയുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.